20-20 2020 റിസൾട്ടായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഉറച്ച കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും താങ്കളിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കുന്നത്? എല്ലാ പരിപാടികളിലും സിപിഎമ്മിന്റെ നേതാക്കൾ നടത്തുന്നത്. അവർക്ക് വിമർശിക്കാമല്ലോ, അവർ വിമർശിക്കട്ടെ. പക്ഷെ വിമർശിക്കുമ്പോൾ സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കണം. അവര് കേരളത്തിലെ CPM പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ലേ കേരളത്തിലെ CPM പറഞ്ഞത്? ഇവിടെ മത്സരം നടക്കുന്നത് CPM-ഉം BJP-യും തമ്മിലാണെന്നാണ് അവർ പറഞ്ഞത്. BJP-ക്ക് ഇത്രയേറെ പ്രമോഷൻ കൊടുക്കുന്ന ഒരു മുന്നണിയായിട്ട് CPM-ഉം അവരുടെ മുന്നണിയും മാറി. ഞാൻ കണ്ടിട്ടില്ല എവിടെയും. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തിൽ നോക്കിയപ്പോൾ നിങ്ങൾക്കും അറിയാം, മാധ്യമപ്രവർത്തകർക്ക്, എവിടെയാണ് CPM-ഉം BJP പോരാട്ടം നടക്കുന്നത്? BJP 2ാം സ്ഥാനത്ത്. എവിടെയെങ്കിലും BJP 2ാം സ്ഥാനത്താണെങ്കിൽ അവിടെ CPM 3ാം സ്ഥാനത്താണ്. കോൺഗ്രസ് അല്ല, UDF അല്ല. ഞങ്ങൾ ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്, ഈ ഞങ്ങളുടെ പോരാട്ടം നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഞങ്ങൾ ഇവിടെ കേരളത്തിൽ അവരെ ഒരു സീറ്റ് പോലും വാങ്ങാൻ അനുവദിക്കില്ല. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ ആ പോരാട്ടം നടക്കുമ്പോൾ തന്നെ കേരളത്തിൽ നടക്കുന്ന പോരാട്ടം ഇടതുപക്ഷ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലാണ്. BJP 3ാം സ്ഥാനത്താണ്. ചിലയിടത്തൊക്കെ അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അതിന്. പക്ഷെ BJP-യും ഞങ്ങളും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞ് UDF-നെ തരം താഴ്ത്തി കാണിക്കാനുള്ള അവരുടെ വ്യഗ്രതയിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അടിയൊഴുക്കുകൾ വ്യക്തമാണ്. അപ്പൊ അവർക്കാകെ അങ്കലാപ്പാണ്. ആ അങ്കലാപ്പ് അവർ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരെ നടത്തേണ്ടി വരും, തുടരേണ്ടി വരും. റിസൾട്ട് വന്നാൽ അവർക്ക് മനസ്സിലാകും കേരള മനസാക്ഷി ഇപ്പോഴും 20-20 കൂടെ നിൽക്കുകയാണ്, UDF-ന്റെ കൂടെ. സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളല്ല ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നത്, BJP കോൺഗ്രസ് ബന്ധം എന്ന് മാത്രമാണ്. അതായത് മറ്റു വിഷയങ്ങളൊന്നും പറയാൻ എന്താ BJP കോൺഗ്രസ് ബന്ധം പറയാൻ എന്ത് ഉദാഹരണമാണുള്ളത്? പക്ഷെ തിരിച്ചു പറയാൻ എന്തെല്ലാം ഉണ്ട്. അങ്ങ് മുതൽ ഇങ്ങോട്ട് തൊട്ടാല് ഞാൻ ചോദിക്കട്ടെ, ദേവഗൌഡയുടെ പാർട്ടി കർണാടകത്തിൽ മോഡിയുടെ കൂടെയല്ലേ പ്രചരണം നടത്തുന്നത്? അവരിവിടെ എവിടെയാണ് നിൽക്കുന്നത്? പിണറായി വിജയനെ തൊട്ടടുത്ത് ക്യാബിനറ്റിൽ ഇരിക്കുകയല്ലേ? ആ ഒരു ഉദാഹരണം മാത്രമാണോ? എണ്ണി പറയാവുന്ന എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. അവരുടെ ലക്ഷ്യം, രണ്ടുപേരുടെയും ലക്ഷ്യം എന്താണ്? ഒറ്റ ലക്ഷ്യമല്ലേ? കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് BJP-ക്കും അത്രേ ഉള്ളൂ, CPM-നും അത്രേ ഉള്ളൂ. പക്ഷെ ആ ലക്ഷ്യമൊന്നും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങൾ 20 സീറ്റും ജയിക്കും. KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.